നമ്മുടെ ഭാവി തലമുറ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആണവ ആക്രമണം എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ തൊട്ട് ദരിദ്ര രാജ്യം വരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് ആണവ ആക്രമണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ശക്തമായ സൈന്യം ഉണ്ടെന്ന് പറഞ്ഞാലും, ഒരു ആണവായുധം ഇട്ടാൽ ആ രാജ്യം തീർന്നു. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അതിന് ഭയപ്പാടോടുകൂടിയാണ് കാണുന്നത്. ലോകത്ത് ഏകദേശം 15ഓളം രാജ്യങ്ങൾക്ക് സ്വന്തമായ ആണവ മിസൈലുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ ഒരു ആണവ രാജ്യമാണ്. നമുക്കറിയാം 1970 തൊട്ട് അതിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്ത്യയിൽ ആർക്കാണ് അതിനുള്ള അധികാരം, അതായത് ആണവാക്രമണം നടത്താനുള്ള അധികാരം? 2 കൗൺസിലാണുള്ളത്. ഒന്ന് പൊളിറ്റിക്കൽ കൗൺസിലാണ്. എൻ്റെ തലവനാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിക്കാണ് ഇത് തീരുമാനിക്കാനുള്ള പവർ ഉള്ളത്. ഇത് ചെയ്യണോ അല്ലെങ്കിൽ നശിപ്പിക്കണോ അല്ലെങ്കിൽ ആണവാക്രമണം നടത്തണോ എന്നുള്ള അധികാരം. പിന്നെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഇത് ഇന്ത്യയിലെ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ കീഴിലാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന് പറയുന്നത് അജിത് ഡോവലാണ്, ഇന്ത്യയിലെ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇവരാണ് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ, സാങ്കേതിക സൗകര്യങ്ങൾ, ഇതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുക്കുന്നത്. ആണവായുധങ്ങളുടെ സുരക്ഷ നോക്കുന്നത് സ്ട്രാറ്റജിക് ഫോഴ്സ് കൗൺസിൽ എന്ന ടീമിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് ആണവായുധങ്ങൾ ആക്രമണം നടത്താനും അത് ഉപയോഗപ്പെടുത്താനും അധികാരമുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അതിനുള്ള അധികാരം ഇന്ന് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഏകദേശം ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധം സൂക്ഷിക്കുന്ന ഒരു 7ാമത്തെ രാജ്യം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഏകദേശം 15ഓളം രാജ്യങ്ങളുടെ കയ്യിൽ ഇന്ന് ആണവായുധങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തെ പലരും കയറി ആക്രമിക്കാത്ത പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നമ്മുടെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എത്ര ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് ഇന്ത്യയിൽ മുമ്പ് ഭരിച്ചിരുന്നത് എന്ന്.